ഇന്ത്യ പാക് മത്സരത്തിന് കളമൊരുങ്ങുന്നു. ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് സെപ്റ്റംബറിൽ നടത്താൻ ധാരണയായെന്ന് റിപ്പോർട്ട്. ധാക്കയിലെ യോഗത്തിലാണ് BCCI സമ്മതം അറിയിച്ചത്. രുചീഷ് വി രവീന്ദ്രൻ ചേരുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി. രുചീഷ്, പഹൽഗാം ആക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനുമൊക്കെ ശേഷം വരുന്ന ഒരു മത്സരം എന്ന നിലയിൽ വലിയ നിർണായകമാകാൻ പോകുന്ന ഒരു മത്സരമായിരിക്കും ഇത്തരത്തിലൊരു റിപ്പോർട്ടിനെ സ്ഥിരീകരിക്കുകയാണെങ്കിൽ. എത്തരത്തിലാണ് ഇത് സംബന്ധിച്ച് വരുന്നുള്ള സൂചനകൾ? ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴെല്ലാം അത് കായിക മേഖലയിലേക്ക് മാറാറുണ്ട്. ഇത് പഹൽഗാം ഭീകരാക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പിന്നീട് കായിക മേഖലയിൽ ഒരു തരത്തിലുള്ള സഹകരണവും ഇരു രാജ്യങ്ങളും തമ്മിൽ ഉണ്ടായിരുന്നില്ല. അവിടെയാണ് ഇപ്പോൾ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ യോഗത്തിൽ ഏഷ്യ കപ്പ് നടത്താം എന്ന് ഇന്ത്യ സമ്മതം അറിയിച്ചിരിക്കുന്നത്. കാരണം ഇന്ത്യയിലായിരുന്നു മത്സരം നടക്കേണ്ടിയിരുന്നത്. അത് പാകിസ്ഥാൻ എന്തായാലും ഇന്ത്യയിലേക്ക് വരാനുള്ള ഒരു സാധ്യതയില്ലാത്തതിനാൽ നിലവിൽ ഇന്ത്യയിൽ നടക്കേണ്ട ടൂർണമെന്റ് UAE-യിലേക്ക് മാറ്റിക്കൊണ്ട് ആ ടൂർണമെന്റ് സെപ്റ്റംബറിൽ തന്നെ നടത്താനുള്ള ധാരണയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. BCCI ഇക്കാര്യത്തിൽ അവരുടെ സമ്മതം അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും ലോകത്തിൽ ഏറ്റവും വലിയ ക്രിക്കറ്റ് ആവേശമായ ഇന്ത്യ പാക് മത്സരം ഒന്നിലേറെ തവണ വരാനുള്ളൊരു സാധ്യത എല്ലാ തവണയും ഉള്ളത് തന്നെയാണ്. ഏഷ്യ കപ്പിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അത് പലപ്പോഴും ഗ്രൂപ്പ് ഘട്ടത്തിന് പുറമെ സൂപ്പർ ഫോറിലും അല്ലെങ്കിൽ ഫൈനലിലൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ എത്താനുള്ള ഒരു സാധ്യതയാണ് ക്രിക്കറ്റ് പ്രേമികൾക്ക് എപ്പോഴും ഈ ഏഷ്യ കപ്പ് വരുന്നതിനെ വലിയ ആവേശത്തോടെ കണ്ടത്. എന്തായാലും അത്തരത്തിൽ വീണ്ടും ഒരു ഇന്ത്യ പാക് പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നത് തന്നെ നമുക്ക് ഈ നിമിഷം വിലയിരുത്താം. എന്തായാലും ഇന്നും നാളെയുമായാണ് യോഗം നടത്തുന്നത്. അന്തിമ തീരുമാനം യോഗത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപിക്കുക. എന്തായാലും 8 ടീമുകളാണ് ഇത്തവണ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. സ്ഥിരാംഗങ്ങളായ 5 ടീമുകൾ എന്നിവർക്ക് പുറമെ തന്നെ മറ്റ് 3 ടീമുകൾ ഹോങ്കോങ്ങും ഒമാനും UAE-യുമാണ് സ്ഥിരാംഗങ്ങളായ ഇന്ത്യ, പാകിസ്ഥാൻ, ശ്രീലങ്ക, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് ടീമുകൾക്ക് പുറമെ ടൂർണമെന്റിൽ പങ്കെടുക്കുക. 2020 ഫോർമാറ്റിലായിരിക്കും ഇത്തവണ ടൂർണമെന്റ് നടക്കുക. എന്തായാലും സെപ്റ്റംബർ 8 മുതൽ 28 വരെ ടൂർണമെന്റ് നടക്കുമെന്നാണ് നിലവിലുള്ള ഒരു ധാരണ.